ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും ഓർത്തിരിക്കുക എന്തായിരിക്കും ഇന്ന് തയ്ക്കാൻ പഠിപ്പിക്കുന്നതിന് പകരം ബുക്കും പെൻസിലൊക്കെ ആയിട്ടിരിക്കണമെന്ന് വിചാരിച്ചു കാണും. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു പുതിയ സ്റ്റിച്ചാണ്. 2 സ്റ്റിച്ച് കമ്പൈൻ ചെയ്ത് നമ്മൾ പഠിക്കുന്നത്. അതപ്പോൾ എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് നമുക്ക് ഡിസൈനായിട്ട് മാറ്റുക അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഇതായിട്ട് മാറ്റുക എന്നുള്ളത് ആദ്യം കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റിച്ചിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുള്ളായിട്ട് തോന്നുവാണെങ്കിൽ, ഈ വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം നമ്മൾ ഇപ്പോൾ ഒരു സ്റ്റിച്ചിന് ഞാനൊരു സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് ബോർഡറായിട്ട് തയ്ക്കാം. ഒരു ലേസ് ക്രോഷ്യോ എഫക്റ്റ് വരുന്ന ഒരു ഡിസൈനിങ് ആണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ ഒരു ചുരിദാറാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ നെക്കാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ ഷോൾഡർ ഇങ്ങനെ വരികയാണ്. ഞാൻ റഫായിട്ട് വരയ്ക്കുകയാണ്. ഇങ്ങനെയാണ് നിങ്ങളുടെ ചുരിദാർ പോണേ എന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഈ ഒരു സ്റ്റിച്ച് ഈ ഒരു ചുരിദാറിൽ നമുക്ക് തയ്ക്കാൻ പറ്റുക എന്നുള്ളതാണ്. നമുക്ക് സ്ട്രെയിറ്റ് ലൈൻസായിട്ട് ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ ഡിസൈനിങ് ചെയ്യാം. ഫുൾ ബോഡി പോർഷൻ ഇങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാം. അല്ലെങ്കിൽ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് മാത്രം ലൈൻസ് മതി, ആ ഒരു രീതിയിലും വയ്ക്കാം. അല്ലെങ്കിൽ ഫുൾ ചുരിദാറിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലത്തെ വർക്ക് ചെയ്യാം. ഇത് ഒരു മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ തന്നെ ചുരിദാർ ഈ റൗണ്ട് നെക്കിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെയാക്കാം. ചില നെക്ക് കാണത്തില്ലേ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പിന്നെ ഇവിടെ നിന്ന് താഴത്തോട്ട് സൈഡിൽ ഇങ്ങനെ വർക്ക് വരുന്ന ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് വി നെക്കാണ് നമ്മുടെ ചുരിദാറിന് എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, ഫുൾ ബോഡിയിൽ നമുക്ക് ഇതുപോലെ വി ആയിട്ട് തന്നെ നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാം. ഇതുപോലെ ഇത് വേറൊരു പാറ്റേൺ. ഇനി സ്ക്വയർ ആണെങ്കിൽ എന്താ ഒരു 2 ലെയർ നെക്കിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഇതുപോലെ 2 ലെയർ തയ്ക്കുമ്പോൾ തന്നെ ഷോൾഡറിൻ്റെ അങ്ങോട്ടേക്ക് വരും. ഇതുപോലെ തയ്ക്കാം, ഇങ്ങനെയും തയ്ക്കാം. അതുമല്ല വെറും റൗണ്ടോ സ്ക്വയറോ എന്ന് ഞാനിപ്പോൾ സ്ക്വയർ നെക്ക് വരയ്ക്കുന്നു. സ്ക്വയർ നെക്കാണ്. ഇങ്ങനെ ഇങ്ങനെയാണ് ചുരിദാർ. അങ്ങനെയെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ലൈൻസ്, ഇങ്ങനെയാണെങ്കിലും ചെസ്റ്റ് പോർഷൻ മാത്രം ഇങ്ങനെ നമുക്ക് ഇവിടെയുണ്ട്. ഈ ഷോൾഡർ മുതൽ താഴത്തോട്ട് ചെസ്റ്റിൻ്റെ അവിടം വരെ നമുക്ക് എങ്ങനെയായാലും തയ്ക്കാം. പിന്നെ ഈ വി തന്നെ നമുക്ക് ഇൻവേർട്ടഡ് ഇതിലും നമുക്ക് ഡിസൈൻ ചെയ്യാം. തല തിരിച്ച് നമുക്ക് താഴെ നിന്ന് മേളിലോട്ടായിട്ട് ഡിസൈൻ ചെയ്ത് വരാം. അപ്പോൾ പല രീതിയിൽ നമുക്ക് ഈ ഒരു പാറ്റേൺ തയ്ക്കാം. ഒരു ബോർഡർ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ആ ബോർഡറിൽ മാത്രം തയ്ക്കാവുന്ന ഒരു പാറ്റേൺ അല്ല. നമുക്ക് ഏത് രീതിയിലും ചുരിദാറിലോ സാരിയിലോ നമുക്ക്, അല്ലെങ്കിൽ പിള്ളേരുടെ ഡ്രസ്സ്, ബെഡ്ഷീറ്റ്, അങ്ങനെയുള്ള എല്ലാ ഇതിലും നമുക്ക് തയ്ക്കാവുന്നതാണ്. ഇത് ഞാൻ പറഞ്ഞു ഒരു ക്രോഷ്യോ എഫക്റ്റ് വരുന്ന ഒരു ഡിസൈനിങ് ആണെന്ന്. ഇതിപ്പോൾ ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ തുണിയിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന 2 ത്രെഡ്സാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ക്രോഷ്യോ എഫക്റ്റ് വരുത്തണം, ഒരു എലഗൻ ലുക്ക് വരുത്തണം എന്ന് വെച്ചാൽ ഡ്രസ്സിൽ സിംഗിൾ കളറായിട്ട് ചെയ്താൽ കുറച്ചും കൂടെ ഒരു ഭംഗി നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പം ബ്ലാക്കിൽ വൈറ്റ് ലേസൊക്കെ വെച്ചേക്കുന്ന ചുരിദാർ, അല്ലെങ്കിൽ ദുപ്പട്ടാസ് കാണത്തില്ലേ, ദുപ്പട്ടയുടെയൊക്കെ എൻഡിൽ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ലൈൻസായിട്ട് ക്രോഷ്യോ ചെയ്ത് നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു എഫക്റ്റ് വരുത്തണമെന്നുണ്ടെങ്കിൽ സിംഗിൾ കളറായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ഞാൻ ആങ്കറിൻ്റെ പേൾ കോട്ടൺ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. തിൻ ത്രെഡ് യൂസ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു സ്റ്റിച്ചിന് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഞാൻ പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ്. നമ്മൾ മറ്റേ ത്രെഡ് യൂസ് ചെയ്യുമ്പോൾ 6 3 4 സ്ട്രാൻഡ്സ് വിട്ടെടുത്തിട്ട് ചെയ്യുമ്പം ആ ഒരു ഫിനിഷിങ് കിട്ടില്ല ഈ പേൾ കോട്ടൺ ത്രെഡ് ചെയ്യുന്ന അത്ര. അപ്പം ആദ്യം തന്നെ നമ്മൾ കേബിൾ ചെയിനാണ് ചെയ്യുന്നത്. അപ്പോൾ കേബിൾ ചെയിൻ ചെയ്യാൻ അറിയില്ലാത്തവരൊന്ന് ശ്രദ്ധിച്ചോ. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് ആണ് നമ്മൾ ചെയിൻ ചെയ്യുന്നത്. ഇതുപോലെ ട്വിസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തോരം ഡിസ്റ്റൻസ് ഗ്യാപ്പ് വിടണം എന്ന് നോക്കുക. ഇപ്പോൾ ഇത്രയും കിട്ടണമെങ്കിൽ ഇത്രയും വിട്ടിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുക. അതല്ല തൊട്ടടുത്ത് തന്നെ വേണമെങ്കിൽ അടുത്തുനിന്ന്, അത് ഇഷ്ടം പോലെ എന്തോരം നീളം വേണമെന്ന് വെച്ചാൽ ഞാൻ അധികം ഗ്യാപ്പ് വിട്ടിട്ടില്ല. എന്നിട്ട് ചെയിനും എന്തോരം വലുതാവണമെന്നും നമ്മുടെ ഇഷ്ടം പോലെ
ചെയിൻ്റെ മുഴുപ്പ് നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ നീഡിൻ്റെ അടിയിൽ കൂടെ ത്രെഡ് പാസ് ചെയ്യാം. ഇതാണ് ഒരു ചെയിനായി. ഇനി ഇതുവരെ വീണ്ടും ട്വിസ്റ്റ് ചെയ്യുക, ഇങ്ങനെ വളച്ചെടുക്കുക, ഒരു ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത ചെയിനുള്ളത് നമ്മൾ എടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് കേബിൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് ഈ ഒരു ലൈൻ നമുക്ക് ഇതുപോലെ എടുക്കാം. മാക്സിമം ട്രൈ ചെയ്യുക നമ്മുടെ ചെയിൻ എല്ലാം സെയിം സൈസിൽ തന്നെ വരാൻ, ഈ കള്ളങ്ങളെല്ലാം സെയിം സൈസിൽ തന്നെ വരാൻ ട്രൈ ചെയ്യുക. എന്നാലാണ് കൃത്യം ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കേബിൾ ചെയിന് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് അടുത്ത സ്റ്റിച്ച്, 2 സ്റ്റിച്ച് കമ്പൈൻ ചെയ്താണ് നമ്മളിത് തയ്ക്കണമെന്ന് പറഞ്ഞു ആദ്യം തന്നെ. അപ്പോൾ അടുത്ത സ്റ്റിച്ചിന് ഞാൻ വേറെ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സെയിം സ്റ്റിച്ച് യൂസ് ചെയ്ത് സെയിം കളർ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു പോയിൻ്റ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഗ്രീൻ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് തന്നെ നമ്മൾ റെഡും സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ കുത്തിയെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് അല്ലെങ്കിൽ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ആണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ തല തിരിച്ച് പിടിച്ച് ഫ്രെയിം ഒന്ന് മറിച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ നമ്മൾ ത്രെഡ് നീഡിൽ പാസ് ചെയ്യുന്നു. ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എങ്ങനെ തയ്ക്കുന്നു അതുപോലെ തന്നെ തയ്ക്കുന്നു. വളരെ സിമ്പിളാണ്. എന്നാൽ നമുക്ക് ചെയ്ത് കഴിയുമ്പം ഒരു ക്രോഷ്യയുടെ എഫക്റ്റ് കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ 2 കളർ ആയതുകൊണ്ടാണ് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുക. ആ ചെയിൻ വേറെയായിട്ടും ഈ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ക്കുന്നത് വേറെയായിട്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് കാണുന്നത്. ഇതിപ്പോൾ നമ്മൾ ആങ്കറിൻ്റെ 6 strands ഇട്ട് തയ്ക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ കളം ഫില്ലാവുകയും ചെയ്യും. ഈ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് അധികം തയ്ക്കേണ്ട വരത്തില്ല നമുക്ക്. അപ്പം ഒരു അത്രയ്ക്ക് ഭംഗി കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ആങ്കറിൻ്റെ പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തത്. ഇപ്പോൾ കണ്ടോ, നമ്മൾ ഒരെണ്ണം തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഒരു ചെയിൻ തയ്ച്ച് കഴിഞ്ഞു. അപ്പോൾ ഇത് ഇതുപോലെയാണ് വരുന്നത്. ഒരു ചെയിൻ തയ്ച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇത് അറ്റാച്ച്ഡ് അല്ല, ഇങ്ങനെ പൊങ്ങിയിരിക്കും. അപ്പോൾ ഒരു ക്രോഷ്യ എഫക്റ്റ് നമുക്ക് കിട്ടും. ക്രോഷ്യയും കൊണ്ട് നമ്മൾ തയ്ക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇത് സെയിം ത്രെഡ് ആകുമ്പോൾ, ഇപ്പോൾ ബ്ലാക്കിലൊക്കെ വൈറ്റ് മാത്രം അല്ലെങ്കിൽ ബ്ലൂവിൽ വൈറ്റ് ക്രോഷ്യോ വർക്ക് ചെയ്ത് അറ്റാച്ച് ചെയ്ത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു വൈറ്റ് കളർ ത്രെഡ് മാത്രം യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു എലഗൻ ലുക്ക് നമുക്ക് ഫീൽ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഡബിൾ ഷെയ്ഡ് ഇടുന്നേക്കാളും നല്ലത് എപ്പോഴും സിംഗിൾ ഷെയ്ഡ് ഇട്ട് തയ്ക്കുന്നത്. അതിപ്പോൾ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഡബിൾ ഷെയ്ഡ് ഇട്ട് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ തയ്ച്ചു കഴിഞ്ഞു. ഇനി അടുത്ത കോളത്തിലോട്ട് അത് ജസ്റ്റ് പാസ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ അതാണ് നടുക്കുള്ള ഈ പാർട്ടീഷൻ ഒത്തിരി നീളത്തിലാക്കണ്ട. ഈ ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഡിസ്റ്റൻസ് ഒത്തിരി അകത്തിയിട്ടുണ്ടെങ്കിൽ ഈ പച്ചനൂലും നല്ലതോടെ കാണും. അപ്പോൾ അത് സെയിം ത്രെഡ് ആകുമ്പോൾ ഒട്ടും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇവിടെ പച്ചനൂല് കാണും. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണ്ട ചെയിൻ വയ്ക്കാൻ. കുറച്ച് ഡിസ്റ്റൻസ് വെച്ചാൽ മതി. ഒത്തിരി ഡിസ്റ്റൻസ് വെച്ചാൽ ആ ഒരു ത്രെഡും കൂടെ കാണും. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിത്തെ ചെയിൻ്റെ മേലിൽ കൂടെ ഒക്കെ ചെയ്യുക. നമുക്ക് ടവലിൻ്റെ സൈഡിൽ കൂടെ തയ്ക്കാം, ദുപ്പട്ടയുടെ സൈഡിൽ എഡ്ജസിൽ തയ്ക്കാം. സാരിയുടെ ആണെങ്കിലും എഡ്ജസിൽ 2-3 ലെയർ അല്ലെങ്കിൽ സാരിയുടെ ബോഡി പോർഷനിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തൊരു വർക്ക് ചെയ്ത ഹോൾ ബോഡിയിൽ ഇതുപോലെ ചെരിച്ചോ അല്ലെങ്കിൽ ലൈൻസായിട്ട് നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഭംഗിയായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നൊരു കാര്യമേ ഉള്ളൂ. നമുക്ക് ക്രോഷ്യ നീഡിലൊന്നും ഇല്ലാണ്ട് തന്നെ ഒരു ക്രോഷ്യ എഫക്റ്റ് ഫീൽ ചെയ്യിക്കുന്ന ഒരു സ്റ്റിച്ചാണിത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതിപ്പോൾ എൻ്റെ ഇത് ഇവിടെ അകന്ന് പോയിട്ടുണ്ട്, കാണാൻ പറ്റും. ഇത് ഒരു അകൽച്ച വന്നിട്ടുണ്ട്. അപ്പോൾ തയ്ക്കുമ്പോൾ അതും കൂടെ ഒന്ന് നോക്കി
അകന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഞാൻ ത്രെഡിൻ്റെ ഇടയിൽ കൂടെ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. അതൊക്കെ സൂക്ഷിച്ച് ത്രെഡിൻ്റെ ഇടയിൽ കൂടെ പോരുത്, തുണിയിലെടുക്കാണ്ട് സൂക്ഷിച്ച് നമ്മൾ ചെയ്യുക. ആ ഒരു ത്രെഡിൻ്റെ അടിയിൽ കൂടെ മാത്രം നീഡിൽ പാസ് ചെയ്താണ് ചെയ്യേണ്ടത്. ഇതുപോലെ ബാക്കിത്തെ എല്ലാ ചെയിൻസും നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ തയ്ച്ചു കഴിയുമ്പോൾ ഇരിക്കുന്നത്. ഓവറോൾ വ്യൂ ഇരിക്കുന്നത് എങ്ങനെയായിരിക്കും. അപ്പോൾ ഇതൊന്നും അറ്റാച്ച്ഡ് അല്ല, ഇതിങ്ങനെ പൊങ്ങിയാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്ത് തയ്ച്ചിട്ടാണ് ഇത്ര തിന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്, തിൻ ലേസായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതേസമയത്ത് നമ്മൾ ആങ്കറിൻ്റെ 6 strands യൂസ് ചെയ്ത് തയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടെ വലിയ ചെയിൻ തയ്ക്കുക, കേബിൾ ചെയിൻ തയ്ക്കുമ്പോൾ കുറച്ചും കൂടെ വലുത് തയ്ക്കുക. അതുപോലെ തന്നെ ഈ ഫില്ലിങ്ങും വലുതായിട്ട് തയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും കേബിൾ ചെയിൻ വലുതാണെങ്കിൽ. ഇതിപ്പോൾ കുഞ്ഞു ചെയിൻ ആയതുകൊണ്ടാണ് കുഞ്ഞൊരു എഫക്റ്റ്. ഇപ്പോൾ നമ്മുടെ ടവലിൻ്റെയൊക്കെ ബോർഡർ തയ്ച്ചാൽ നല്ലതായിരിക്കും. ഹാൻഡ് ടവൽസ്, അതുപോലെ തന്നെ നമ്മുടെ വാഷ് ഏരിയയിൽ ഇടുന്ന ടവൽസിലെ വലുത്, അതാണെങ്കിലും ഷീഫ്സിൻ്റെ ഒക്കെ ബോർഡർ തയ്ച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതോരോ ചുരിദാറിലും ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ തയ്ച്ച് നോക്കുക. നിങ്ങൾ ഓരോരോ ഡിഫറെൻറ്റ് പാറ്റേൺസ് ആക്കി നോക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് പുതിയൊരു സ്റ്റിച്ചുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.